ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരത്തെ ഒരു കുട്ടി വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. 5 മണിക്ക് ശേഷമാണ് ഉണ്ണി ഉറങ്ങിയത്. അമ്മ പണി മാറ്റി വന്നത് നേരെ പാല് വാങ്ങാനായിട്ട് പോവുക. അങ്ങനെ പാലൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ചായ വെക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഫോണിൽ നല്ല കളിയാണ് കേട്ടോ. അവന് വൈകുന്നേരം മാത്രം കുറച്ച് സമയത്തെ ഫോൺ കിട്ടുള്ളൂ. അപ്പോൾ അത് അവൻ നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ചായ വെക്കുന്നുണ്ട്. ചായക്ക് വെള്ളം തിളയ്ക്കണേ ഉള്ളൂ. എനിക്കിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അസുഖം ആരോടാണെന്നറിയോ? വേറെ ആരോടല്ല, എൻ്റെ ഉണ്ണിയോടാണ് കേട്ടോ. കാരണം അവൾ എന്ത് സുഖമായിട്ടാണ് അവരുടെ ലൈഫ് ഇപ്പോൾ പോണത്, എന്ത് സ്മൂത്താണ്, എന്ത് സന്തോഷമായിട്ടാണ് പോണതല്ലേ. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്രീഷ്യസ് മൊമെൻ്റാണ് നമ്മുടെ ലൈഫിൽ. അതൊക്കെ ഒരമ്മ എന്ന നിലയ്ക്ക് അവളുടെ കളിയും ശരിയും വളരെയധികം ആസ്വദിക്കേണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല വികൃതിയാണ് അവൾ, അത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ നാരങ്ങളാണ് കുടിക്കേണ്ടത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു കപ്പ് നാരങ്ങൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ എല്ലാവരും വാടി കുഴയും. ആ സമയം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റ പോലെ ഒരു ഫീലാവും എല്ലാവരുടെ മുഖത്ത്. അപ്പോൾ ഞങ്ങൾ നാരങ്ങളും ഉണ്ടാക്കും കേട്ടോ. അതിനുശേഷം ചായ വെച്ചു. മിക്ക ദിവസം പാൽ ചായയാണ് വെക്കുക. ഇന്നിപ്പോൾ അമ്മയ്ക്ക് പാല് തൈരാക്കണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ കട്ടൻ ചായയാണ് വെച്ചത്. അപ്പൂന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല കട്ടൻ ചായക്ക്. എന്നാലും അവനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, കുടിക്കാൻ പറഞ്ഞു. അവൻ കുടിച്ചു. 2 ഗ്ലാസ് ചായ അവനും കുടിച്ചു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അതിനെ കാണാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ 3 ആളും ചായ കുടിക്കുകയാണ്. ഞാനങ്ങനെ ചായ ഫാനൊന്നുമല്ല. കാപ്പി ആണെങ്കിൽ പിന്നെയും എനിക്കിഷ്ടമാണ്. ചായ ഞാൻ അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഇവരുടെ ഒപ്പം ഇരുന്ന് കുടിച്ച് എനിക്കും ശീലമായി. പക്ഷേ ആ സമയത്ത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് ഭയങ്കര ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ കുറച്ച് ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, 2-3 ദിവസം കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കറിയൊക്കെ ആകുമ്പോൾ കാറിച്ച് തുടങ്ങുമല്ലോ. അപ്പോൾ ഞങ്ങൾ ബേക്കറിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് ഞങ്ങൾ 3 ആളും ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം മീൻ നന്നാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിച്ചു. ഇപ്പോൾ തന്നെ ഒരു 6 മണി ആവാറായിട്ടുണ്ടാവും. അമ്മ വന്നേ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കത്തിയടിച്ചുകൊണ്ടേയിരിക്കും. പണി ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ഞങ്ങൾക്ക്. ഇങ്ങനെ വർത്താനം അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ ചായ കുടിക്കായിരുന്നു. മിക്സർ, കപ്പലണ്ടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കായ വറുത്തത്, ചക്ക വറുത്തതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അമ്മ വെച്ചത്. ഞങ്ങൾ ചായ കുടിച്ചു. ഉണ്ണി നല്ല ഉറക്കാണ്. ഫാൻ കണ്ട അവൾ ഉറങ്ങണം. എവിടെയെന്ന് വെച്ചാൽ അവൾക്ക് 2 ഫാനില്ലാതെ അവൾ ഉറങ്ങില്ല. കാരണം അങ്ങനെ ചൂടാണ് നമ്മുടെ പാലക്കാട് എന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലായിടത്തും ചൂടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പാലക്കാട് കുറച്ചും കൂടി കൂടുതലാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് പോക്കും ഉണ്ട് കേട്ടോ. കുറച്ച് കൂടുതലാണ് കറണ്ട് പോക്ക്. അപ്പോൾ രാത്രി ഒന്നും ശരിക്കും എല്ലാവർക്കും ഉറക്കമൊന്നും കിട്ടണില്ല. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ണിയും അപ്പു ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 2 തരം മീനാട്ടോ അമ്മ വാങ്ങിയത്. കൊഴുവയുണ്ട്, മത്തിയുണ്ട്. കൊഴുവയാണ് അപ്പു കഴിക്കുള്ളൂ. മത്തിയൊന്നും അപ്പോൾ അങ്ങനെ കഴിക്കില്ല. വേറൊരു മീനും കഴിക്കില്ല. ചെറിയ കൊഴുവയാണെങ്കിൽ മാത്രമായിട്ട് അവൻ കഴിക്കുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് കിട്ടിയത് വലിയ കൊഴുവയായിരുന്നു. നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ കൊഴുവയ്ക്ക്. ഏകദേശം ഒരു കുഞ്ഞു മത്തിയുടെ ഒക്കെ അത്ര വലിപ്പമുണ്ടായിരുന്നു ഓരോ കൊഴുവയും. അപ്പം ഞാൻ മീൻ നേരാക്കണതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി എഴുന്നേറ്റു. അപ്പോൾ ഉണ്ണീനെയും കൊണ്ട് അപ്പു അമ്മയും വാർക്കപ്പുറത്ത് വന്നിരിക്കുകയാണ്. അവളെ ഇട്ട് കളിപ്പിക്കുകയാണ്. അവളുടെ ഒപ്പം ആരെങ്കിലും ഇങ്ങനെ കളിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അവൾ അതിൻ്റെ ഒപ്പം വാശിയൊന്നും ഇല്ലാതെ കളിച്ചോളും. ചില സമയത്ത് എന്നെ കാണുമ്പോൾ ഭയങ്കര വാശിയാന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലൊരു വ്യൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലാണ് വീടുകളൊക്കെ. നമ്മുടെ വീടിൻ്റെ ബാക്കിലൊന്നും അങ്ങനെ വീടുകൾ, കാരണം നമുക്ക് അവിടെ നിന്നുണ്ട് ഇത്രയും ദൂരമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. കുറച്ച് വഴിയുണ്ട്, കുറച്ചുള്ളിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് കാട് പോലെയൊക്കെ ഉണ്ടെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും
തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല ചൂടാണ്. രാത്രിയായാലും പകലായാലും ഒന്നും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. സുത്തു അമ്മ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി ഇവർ ഈ വീഡിയോ ഒന്ന് എടുത്തത് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഈ വീഡിയോ ഒക്കെ എടുത്തത്. സ്വത്തുവിനാണെങ്കിൽ ഇന്നലെയൊക്കെ കുറച്ച് ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഞായറാഴ്ച, അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ കുറച്ച് തണുത്ത ഐസ്ക്രീമും തണുത്ത ജ്യൂസൊക്കെ അവൾ കുറച്ചധികം കഴിച്ചിരുന്നു. അതിൻ്റെ ആണെന്നറിയില്ല, അവൾക്ക് പിറ്റേ ദിവസം ചെറിയ പനി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം മരുന്നിരിക്കുന്നുണ്ടായിരുന്നു, മരുന്ന് കൊടുത്തു. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് അവൾ ഉറങ്ങിയത്. ഉറങ്ങി എണീറ്റപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ജലദോഷം മാറിയിട്ടില്ല. അങ്ങനെ അപ്പോൾ അവർ പിന്നെ എന്തൊക്കെയോ പറയണമെന്ന്. കാരണം ഞാൻ 2-3 വട്ടം ഈ വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്തു. പക്ഷേ വീഡിയോ പകുതിക്ക് എത്തുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയുടെ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇങ്ങനെ എണീറ്റ് പോക്കായിരുന്നു. അത് തന്നെ ഫുള്ളായി ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു മടുപ്പ് തോന്നുന്നു ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്തോ ബോറും. കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാനിങ്ങനെ വീണ്ടും പറയുമ്പോൾ ഒരു സുഖമില്ല. അപ്പം പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇന്നിപ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്. മഴ പെയ്യുമോ? നിങ്ങളുടെ ചില നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടെന്ന് കേട്ടു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പാക്ക് ചെയ്ത് വിടും കേട്ടോ. അവിടെ നല്ല ചൂടാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പോട്ടെ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ണിക്കുള്ള മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കറിക്കുള്ള ഇതൊക്കെ ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായി. ഇത് ഉണ്ണിക്കുള്ള മീനാട്ടോ. കുറച്ച് മസാല ഇട്ടിട്ട് വറുത്തെടുക്കേണ്ടതാണ്. അവൾക്ക് അധികം എരിവ് വേണ്ടല്ലോ. പിന്നെ ഇത് നമുക്കുള്ളത്. പിന്നെ കറിക്ക് കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലിപ്പൊക്കെ വിട്ടുപോയി. കാരണം വേറെ ഒന്നുമില്ല, ഫോൺ ഏട്ടൻ്റെ കയ്യിലായിരുന്നു. ഏട്ടൻ പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് എടുത്തത്. ഫോണുള്ള സമയത്താണെങ്കിൽ ഉണ്ണി സമ്മതിക്കില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചില സമയത്തുള്ള ആരുടെ അടുത്തേക്കും പോവില്ല. എൻ്റെ അടുത്തുനിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോലും പോവില്ല. ഇങ്ങനെ ഇറുകി പിടിച്ചുകൊണ്ടിരിക്കും അമ്മ പറഞ്ഞിട്ട്. അതവളുടെ ഈ വയസ്സിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ വലുതാവും മാറൂലേ. അപ്പോൾ അവൾക്ക് രാത്രി 9:30-10 മണിയൊക്കെ ആയപ്പോൾ അവൾക്ക് കളിച്ച് ക്ഷീണമായി. പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാനും സമ്മതിക്കില്ല. അവൾക്കൊരു ടൈം ഉണ്ട്, അത് കഴിയണം ഒരാൾ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഏട്ടൻ വന്നു, ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നതൊക്കെ എന്തിനാണ് നീ വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഫോണുള്ള സമയത്ത് ഇവർ കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടൻ കഴിക്കുന്നതിൽ എടുക്കട്ടെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്മ ചായക്ക് എടുക്കേണ്ട പാലിവിടെ മോരിന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിനുശേഷം ഉണ്ണി ഇവിടെ നല്ല കളിയായി. റൂമിലെത്തി ബെഡ്ഷീറ്റൊക്കെ ആകെ അലങ്കോലായി. കണ്ട 2 ഫാനും താഴെ 3, ഒരു ഫാന് മുകളിൽ, അങ്ങനെ 3 ഫാൻ വെച്ചിട്ടാട്ടോ അവൾ ഉറങ്ങുക. എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങുകയില്ല. അങ്ങനെയൊക്കെയാണ് അവളുടെ അവസ്ഥ. അവൾക്ക് എന്തപ്പം കിട്ടിയോ അപ്പം അത് വെച്ച് കളിക്കണം. പിന്നെ അത് വെച്ച് വലിയ മൈൻഡൊന്നുമില്ല. കാണുന്ന ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ആൾക്ക്. അപ്പം എന്തൊക്കെയോ എടുത്തിങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ആൾ മുകളിലേക്ക് എന്തൊക്കെയോ പെട്ടി ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, എനിക്ക് വോയിസ് ഓവർ കൊടുത്തൊരു മടുത്തു. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് വോയിസ് ഉള്ള വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാതെ. ബൈ.